ഇപ്പോൾ വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കേണ്ടതുണ്ട്. നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിനെ കർദിനാളായി ഉയർത്തുക. ഇന്ത്യൻ സമയം രാത്രി 8:30 ചടങ്ങുകൾക്ക് തുടക്കമാവാൻ പോകുന്നത്. വത്തിക്കാനിൽ നിന്ന് 24-നായി സിസ്റ്റർ റൂബിനി സിറ്റിസി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. ഇന്ന് കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ സംഭവം ആവർത്തിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 6 പാപ്പ നാമനിർദ്ദേശം ചെയ്ത 21 കർദിനാൾമാർ ഇന്ന് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വൈകുന്നേരം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി മധ്യേ പാപ്പ അവരെ കർദിനാൾമാരായി ഉയർത്തും. ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, സീറോ മലബാർ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിൻ്റെയും കൂടി ഒരു ദിവസമാണ്. കാരണം സീറോ മലബാർ കത്തോലിക്ക സഭയുടെ അംഗമായ അഭിവന്യ ജോർജ് ജേക്കബ് കൂവക്കാട് ഇന്ന് കർദിനാളായി ഉയർത്തപ്പെടുകയാണ്. അദ്ദേഹം പാപ്പ ഫ്രാൻസിസിൻ്റെ ആഗോള അപ്പോസ്തലിക യാത്രകളെ സജ്ജീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. വൈദികനായിരിക്കുമ്പോൾ നേരിട്ട് ഉയർത്തപ്പെടുന്ന കർദിനാളായി അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം കൂടി എത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയിലെ സഭാധ്യക്ഷന്മാരും ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ 7 സംഘമാണ് ഈ ചടങ്ങിന് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. 18 രാജ്യങ്ങളിൽ നിന്നുള്ള 21 കർദിനാൾമാരാണ് പാപ്പ ഇന്ന് ഉയർത്തുന്നത്. അതിൽ 8 പേർ യൂറോപ്പിൽ നിന്നും, 5 പേർ ഏഷ്യയിൽ നിന്നും, 5 പേർ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും, 2 പേർ ആഫ്രിക്കയിൽ നിന്നും, ഒരാൾ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ളവരുമാണ്. ഇതിൽ ഏറ്റവും പ്രായമുള്ള 99 വയസ്സ് പ്രായമുള്ള ഒരു കർദിനാളുണ്ട്. ഇറ്റലിയിൽ നിന്നുള്ള ബിഷപ്പാണ് അദ്ദേഹം. ഏറ്റവും പ്രായം കുറഞ്ഞ 44 വയസ്സുകാരൻ യുക്രൈനിൽ നിന്നുള്ള ഒരു മെത്രാനാണ് ഇന്ന് കർദിനാളായി ഉയർത്തപ്പെടുന്നത്. ഇന്ന് കേരള കത്തോലിക്ക സഭയ്ക്ക് വീണ്ടും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് കേരള കത്തോലിക്ക സഭയും ആഗോള കത്തോലിക്ക സഭയും ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ജോർജ് കൂവക്കാട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ് വരാൻ പോകുന്നത്.